ഇയ്യോബ് കുറിച്ച് വെച്ചു. ഇയ്യോബിന് 5 ഗുണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഊസ് ദേശത്തെ മഹാൻ, ദ ഹോണറബിൾ ആൻഡ് റെസ്പെക്റ്റബിൾ പേഴ്സൺ ഇൻ ദ സൊസൈറ്റി. ദേശത്ത് ദൈവത്താൽ മാനിക്കപ്പെടുന്നവൻ. 2, ഭക്തൻ. ഇയ്യോബിനെ കുറിച്ച് പറയുന്നത് ദൈവഭക്തൻ. ആരൊക്കെ പറഞ്ഞു? ദൈവം പറഞ്ഞു ഭക്തനാണെന്ന്, പിശാച് പറഞ്ഞു ഭക്തനാണെന്ന്, ഭാര്യ പറഞ്ഞു ഭക്തനാണെന്ന്, കൂട്ടുകാർ പറഞ്ഞു ഭക്തനാണെന്ന്, നാട്ടുകാർ പറഞ്ഞു ഭക്തനാണെന്ന്. എൻ്റെ ഭാഷ പറഞ്ഞാൽ പഞ്ചഭക്തൻ. ആമേൻ. സ്തോത്രം പറഞ്ഞാട്ടെ. ഇയ്യോബിന്റെ 3-ാമത്തെ ഗുണം നേരുള്ളവൻ, 4-ാമത്തെ ഗുണം നിഷ്കളങ്കൻ, 5-ാമത്തെ ഗുണം ദോഷം വിട്ടകലുന്നവൻ. ഇങ്ങനെ 5 ഗുണങ്ങൾ തനിക്ക് ജീവിതത്തിൽ ജീവിച്ച് താൻ ഉണ്ടാക്കിയപ്പോൾ 6-ാമത്തെ ഒരെണ്ണം ദൈവം സൗജന്യമായിട്ട് കൊടുത്തു, സമ്പന്നൻ. കാശുണ്ടെങ്കിൽ ഉടനെ സമ്പന്നൻ എന്ന് പേര് എടുത്തില്ല. കാശുണ്ടെങ്കിലും സമ്പന്നൻ ഉണ്ട്. ആമേൻ. ഐശ്വര്യവും ഹൃദയത്തിന് നന്മയുമുണ്ടെങ്കിൽ അവന് ദൈവം കൊടുക്കുന്ന സൗജന്യമാണ് സമ്പന്നത. ആമേൻ. ഇയ്യോബിന്റെ സമ്പത്ത് പറയാം, കുറിച്ച് വെക്കണം വെച്ചോ, പിന്നൊരു പ്രയോജനം വരും. 7000 ആട്, 3000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത, 3 പെൺപിള്ളേർ, 7 ആൺപിള്ളേർ, ഒരു വീട്ട് പെണ്ണുമ്പിള്ള, ആവശ്യം പോലെ വേലക്കാര്, പ്രയോജനമില്ലാത്ത കുറെ കൂട്ടുകാരും. അടുത്ത ദൂത് പറയാൻ പോവാ. പിശാച് ചോദിച്ചു, ദൈവത്തോട് ചോദിച്ചു, ഇയ്യോബിന്റെ സ്വത്തിലൊന്ന് നീ തൊട്, അവൻ്റെ ഐശ്വര്യത്തിലൊന്ന് തൊട്, അവൻ്റെ സമ്പത്തിലൊന്ന് തൊട്, അവൻ്റെ മക്കളെ ഒന്ന് തൊട്, അപ്പോൾ കാണിച്ചു തരാം അവൻ്റെ ഭക്തി. ദൈവം പറഞ്ഞു, ദേണ്ടതിൻ്റെ കയ്യിലോട്ട് ഇട്ട് തരിക ഇയ്യോബിനെ, അവനെ ഇട്ടു തരിക, അവൻ്റെ സമ്പത്തെ തൊടുക, അവൻ്റെ സകലത്തെയും തൊടുക, നീ ഒന്ന് നോക്കിയോളാൻ പറഞ്ഞു. ആമേൻ. ഇയ്യോബിൻ്റെ മക്കൾ പോയി, സമ്പത്ത് പോയി, ആട് പോയി, ഒട്ടകം പോയി, എല്ലാം പോയി. പക്ഷേ ഇയ്യോബിൻ്റെ വായിൽ നിന്ന് പിശാച് ആഗ്രഹിച്ചതൊന്നും കിട്ടിയില്ല. ഇയ്യോബ് പറഞ്ഞു, 19-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും. എന്നെ ഒന്ന് ശ്രദ്ധിച്ച്, ഈ ത്വക്ക് ഇങ്ങനെ നശിച്ചാലും ഞാൻ ദേഹസഹിതനായി അവനെ